നമസ്കാരം. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Do you know the numbers are like a big family? Some are small but some are very big. But each numbers have secret place and value. So today we are going to learn the magic of numbers in a fun and easiest way. What if numbers had houses? Each number live in different house. For example, in number kingdom, numbers live in different house. Numbers live in different house. For example, one's houses, one's house, tens house, hundreds house, thousand, lakh, crore. From left to right, the houses grows bigger, the numbers grows bigger. അതാണ് പറയുക. ഹൗസസ് എന്ന് പറയുന്നത് വൺസ് ഹൗസ്, ടെൻസ് ഹൗസ്, ഹൺഡ്രഡ്സ് ഹൗസ്, തൗസൻഡ്, ലാക്ക്, ക്രോർ. അതായത് വലുതിൽ നിന്ന് ഇടത്തേക്ക് ആകുമ്പോൾ മൂല്യങ്ങൾ കൂടും. വലുതിൽ നിന്ന് ഇടത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക, മൂല്യങ്ങൾ കൂടും. അതാണ് ഈ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ഇടത്തേക്ക് നോക്കുമ്പോൾ തന്നെ എന്താ പറയുക, മൂല്യങ്ങൾ കൂടും. അതാണ് പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. പ്ലേസ് വാല്യൂ എന്ന് പറയുമ്പോൾ സ്ഥാനമൂല്യം. അപ്പോൾ ഈ മൂല്യം എന്ന് പറയുന്നത് നമുക്ക് വലുതിൽ നിന്ന് ഇടത്തേക്ക് നോക്കുമ്പോൾ മൂല്യം വലുതായിട്ട് കാണാനായിട്ട് പറ്റും. വലുതാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് പ്ലേസ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. പ്ലേസ് വാല്യൂന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 456 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അതായത് 6 ones, 5 tens, then 4 hundreds. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇതാണ് പ്ലേസ് വാല്യൂ, സ്ഥാനമൂല്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, വലുതിൽ നിന്ന് ഇടത്തേക്ക് നോക്കുമ്പോൾ മൂല്യം കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് പ്ലേസ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് ടു ലെഫ്റ്റ്, ഹൗസ് ബിഗർ, അതിനെയാണ് നമ്മൾ എന്താ പറയുക പ്ലേസ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഫേസ് വാല്യൂ എന്താണെന്ന് നോക്കിയാലോ. ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടുല്ലേ പ്ലേസ് വാല്യൂന്റെ. 456 എന്ന് പറയുമ്പോൾ 6 വന്നിട്ട് വൺസ് ആണ്, 5 എന്ന് പറയുമ്പോൾ ടെൻസ് ആണ്, 4 എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ്സ് ആണ്. അതായത് 3 ഡിജിറ്റ് ആണ്. അപ്പോൾ 4 ഡിജിറ്റ് ആകുമ്പോൾ എന്താവും? 2 3 4 ഇങ്ങനെ ആകുമ്പോൾ എന്താവും നോക്കിയ 4 ഡിജിറ്റ്. 4 വൺസ്, 3 ടെൻസ്, അപ്പം 2 0 കേട്ടോ. 3 ടെൻസ് ആകുമ്പോൾ 2 0, പിന്നെ 2 ഹൺഡ്രഡ്സ്. അപ്പം 3 ടെൻസ് എന്ന് പറയുമ്പോൾ ഒരു 0 കേട്ടോ, ഒരു 0. 2 ഹൺഡ്രഡ്സ് ആകുമ്പോൾ 2 0, പിന്നെ 1 ആകുമ്പോൾ ഏതാ 1000. അതിന് എത്ര 0 ഉണ്ട്? 3 0. ഇപ്പൊ ടെൻസിന് 1 0, പിന്നെ ഹൺഡ്രഡ്സിന് 2 0, പിന്നെ തൗസൻഡ്സിന് 3 0. 1 2 3 അങ്ങനെ വരണം. ടെൻസ് 1 2 3. അപ്പം നമ്മളെപ്പോഴും നോക്കുമ്പോൾ ഞാനിപ്പോൾ റൈറ്റിലാണ് ഇവിടെ ഹാൻഡ് വെച്ചേക്കുന്നത്, ലെഫ്റ്റിൻ്റെ ഈ ഭാഗത്തുണ്ട്. അപ്പം റൈറ്റിൽ നിന്ന് വേണം നമ്മൾ എണ്ണാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ലെഫ്റ്റിൽ നിന്ന് നോക്കാനായിട്ട് പാടില്ല, റൈറ്റിൽ നിന്ന് വേണം എണ്ണാനായിട്ട്. അതുപോലെ പ്ലേസ് വാല്യൂവിൽ നമ്മൾ റൈറ്റിൽ നിന്ന് വേണം നോക്കാനായിട്ട്. ഏത് ഹൗസാണ് ബിഗ് എന്നുള്ളത്, ഏത് ഹൗസാണ് വലുതെന്നുള്ളത്. ഹൗസ് എന്ന് പറയുമ്പോൾ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, പിന്നെ ലാക്സ്, ക്രോറ്, അങ്ങനെയാണ് എണ്ണേണ്ടത്. അതായത് റൈറ്റ് ടു ലെഫ്റ്റ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. മനസ്സിലായോ? ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്പർ ഇറ്റ് സെൽഫ്, സ്ഥാനം മാറിയാലും പക്ഷെ അക്കങ്ങൾ മാറില്ല. ഇതാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 458 എന്ന് പറയുമ്പോൾ ഫേസ് വാല്യൂ ഓഫ് 8 എന്താണെന്ന് നമ്മളോട് ചോദിക്കും. ഫേസ് വാല്യൂ ഓഫ് 8 എന്ന് പറയുമ്പോൾ നമ്പർ തന്നെ, അതായത് നമ്പർ മാത്രമായിരിക്കും, അതായത് സംഖ്യകൾ മാത്രം ഉണ്ടാവും. അക്കങ്ങളും സ്ഥാനം മാറിയാലും അക്കങ്ങൾ സെയിം ആയിരിക്കും, അത് മാറത്തില്ല.
അതാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഫേസ് വാല്യൂ ഓഫ് 8 8, ഫേസ് വാല്യൂ ഓഫ് 5 5, then ഫേസ് വാല്യൂ ഓഫ് 4 4. ഇത് മനസ്സിലാക്കേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ് സ്ഥാനം മാറിയാലും അക്കങ്ങൾ എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് സെയിം ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് വന്നിട്ട്. എക്സാമ്പിൾ 458, ഫേസ് വാല്യൂ ഓഫ് 8 എന്ന് പറയുമ്പോൾ 8, ഫേസ് വാല്യൂ ഓഫ് 5 എന്ന് പറയുമ്പോൾ 5, ഫേസ് വാല്യൂ ഓഫ് 4 എന്ന് പറയുമ്പോൾ 4. ഇനി നമുക്ക് ലാർജ് നമ്പേഴ്സിനെ എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ എഴുതിയിരിക്കുന്നത് നെയിംസും നമ്പേഴ്സും നെയിംസ് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് ലാർജ് നമ്പേഴ്സ് ബിഗ് ഹൗസിൻ്റെയാണ് നോക്കണം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നത് 1000 വരുമ്പം ഇങ്ങനെയാണ് എഴുതേണ്ടത്. സോറി 1000 ഇങ്ങനെയാണ് എഴുതേണ്ടത്. 1000 എഴുതി 3 0, 1000 3 0 കണ്ടാ, 3 0 കണ്ടില്ലേ, 1 2 3. പിന്നെ അടുത്തത് ലാക്സ് ഇങ്ങനെയാണ് വരുന്നത്. 1 2 3 4 5 zeros. ക്രോസ് എന്ന് പറയുന്നത് 1 ഒരു 2 0 ഇട്ടു, വീണ്ടും 2 0 ഇട്ടു, പിന്നെ 3 0. 1 2 3 4 5 6 7 zeros ഉണ്ട്. അപ്പോൾ ക്രോസിന് 7 zeros, ലാക്സിന് 5 zeros, പിന്നെ തൗസൻഡ്സിന് 3 zeros, 3 zeros. ഇതാണ് ബിഗ് നമ്പേഴ്സിൽ കാണുന്നത്. പിന്നെ ടെൻസിൽ തന്നെ ഒരു 0 ഉള്ളൂ, 1 0. വൺസിൽ പിന്നെ സീറോസ് ഒന്നും ഇല്ല. ഒറ്റ നമ്പർ കാരണം വൺസിൽ പിന്നെ സീറോസ് ഇല്ല. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ലാർജ് നമ്പേഴ്സ് 1000 3 zeros, പിന്നെ ലാക്കിൽ 5 zeros, പിന്നെ ക്രോസിൽ 7 zeros. അപ്പം നമ്മളെപ്പോഴും നോക്കേണ്ടത് റൈറ്റ് ടു ലെഫ്റ്റ് എന്നാണ്. അപ്പം നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റ് നോക്കുമ്പോൾ ഹൗസസ് ബിഗറായിട്ട് കാണാം. ഇതാണ് ഇതെന്ന് പറയുന്നത്. നമ്പർ നെയിംസ് ആണ്. ഇതാണ് നമ്പർ നെയിംസ്. റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഫോർ എക്സാമ്പിൾ 4,58,658 എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യം തന്നെ ബ്രേക്ക് ചെയ്യുക. ഇങ്ങനെ ആവില്ല തരാം. ഞാൻ ഇത് ഇങ്ങനെ എഴുതിക്കുന്നു മാത്രം. ഇങ്ങനെ എനിക്ക് നമ്പർ കൊടുക്കുക. ഇങ്ങനെയാണ് എക്സാമ്പിൾ കൊടുക്കുക. നിങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ആദ്യം നമ്മൾ ആദ്യത്തേനെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കി നിർത്താം, രണ്ടാമത്തേനെ 2 ആക്കി നിർത്താം, മൂന്നാമത്തേൽ 3 ആക്കി നിർത്താം. ആദ്യം ഒറ്റയ്ക്ക്, ബാക്കിൽ വരുമ്പോഴാണ് ഞാൻ പറയുന്നത് ഇതിലാക്കാട്ടോ. ആദ്യം ഒറ്റയ്ക്ക് നിർത്തി, പിന്നെ രണ്ടാമത് ഞാൻ 2 ആക്കി ബ്രേക്ക് ചെയ്തു, മൂന്നാമത് ഞാൻ 3 ആക്കി ബ്രേക്ക് ചെയ്തു. അപ്പം എങ്ങനെ വരാം? 4,58,658 only. 4,58,658 only. ചിലവരൊക്കെ ഇങ്ങനെ പറയും 4,58,600. അപ്പം അതൊരു 600 എന്ന് പറയുമ്പം അത് മാറ്റി നിർത്താം. ഇത് നമ്പേഴ്സിന്റെ കേസിൽ നമ്മൾ ആൻഡിന് ഒരിക്കലും ചേർക്കരുത്. അപ്പം 4,58,658 ഓൺലി എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ. കമ്പയറിംഗ് നമ്പേഴ്സ് നോക്കാം. എന്താണ് കമ്പയറിംഗ് നമ്പേഴ്സ്? കമ്പയറിംഗ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 56,000, 45,000. അപ്പം ആദ്യം നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ഡിജിറ്റാണ് വിന്നറിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ഡിജിറ്റ് ഏതായിരുന്നു? 56,000 അല്ലേ? അപ്പം 56,000 ആണോ 45,000 ആണോ വലുതെന്നുള്ളത് നോക്കണം. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത്, ഇപ്പം എൻ്റെ കൈ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, എൻ്റെ കൈ ഇപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഇത് റൈറ്റ് ഹാൻഡാണ്. അപ്പം നമ്മൾ എന്താ പറയുക, ലെഫ്റ്റിൽ നിന്നാണ് നമ്മൾ നോക്കേണ്ടത്. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 56,000 ആണ്. അപ്പോൾ 56,000 45,000 നോക്കുമ്പോൾ ഇതാണ് ഗ്രേറ്റർ. അപ്പോൾ 56,000 നിന്ന് വായ പൊളിച്ചു വെച്ചു. ഞാൻ പറഞ്ഞു മുന്നത്തെ ക്ലാസ്സുകളിൽ ക്രോക്കഡൈൽ വലിയ നമ്പറിനെ തിന്നാനാണ് ക്രോക്കഡൈൽ നോക്കുന്നത്. ചെറിയ നമ്പറിനെ ഞാൻ ക്രോക്കഡൈലായിട്ട് സങ്കല്പിക്കാൻ പറഞ്ഞു.
ക്രോക്കഡൈൽ വന്നിട്ട് വലിയ നമ്പറിന് തിന്നപ്പോൾ വായ ഇങ്ങനെ പൊളിച്ചു വെച്ചു. മൗത്ത് ഓപ്പൺ ചെയ്തു. ഇതാണ് ഇതിൻ്റെ കമ്പയറിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ഓർഡർ ചെയ്യാം. ഓർഡറിങ് നമ്പേഴ്സ് അതിൽ 5,000 പിന്നെ 15,000 20,000 ഇതിങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കാം. ഇതിൽ എത്ര പൂജ്യം ഉണ്ട്? 5,000 3 പൂജ്യം, 15,000 3 പൂജ്യം, 20,000 1 2 3 4 പൂജ്യമാണ്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നത് 20,000, ദെൻ 15,000, ഇങ്ങനെ ഗ്രേറ്റർ എന്നാണ് കേട്ടോ 15,000, പിന്നെ 5,000 ഇങ്ങനെയാണ് എഴുതേണ്ടത്. എത്ര പൂജ്യം എന്നുള്ളത് നോക്കാം. ഇവിടെ 3 പൂജ്യമുണ്ട്, ഇവിടെ 3 പൂജ്യമുണ്ട്. അപ്പം 5 ആണോ 15 ആണോ എന്നുള്ളത് കമ്പയർ ചെയ്യണം. 5 ആണോ 15 ആണോ വലുത് എന്നുള്ളത് കമ്പയർ ചെയ്യണം. അപ്പോൾ 15 ആണ് ഇവിടെ വലുത്. പിന്നെ 15-ൽ 20-ൽ ഏതാണ് വലുതെന്ന് നോക്കണം. അപ്പം ഏതായിരിക്കും? 20 വലുത്. അപ്പോൾ 20 ഞാൻ ഇവിടെ എഴുതി, 15 ഇവിടെ എഴുതി, 5 ഇവിടെ എഴുതി. ഇതാണ് ഓർഡർ ചെയ്യാനായിട്ടുള്ളതെന്ന് പറയുന്നത്. ഹൗ ടു ഓർഡർ ദ നമ്പേഴ്സ്. ഒരു എക്സാമ്പിൾ പറയാം. ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ എക്സാമ്പിൾ നോക്കാട്ടെ. ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ, അതായത് എങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സിനെ ഓർഡർ ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. 4,000 18,000 40,000. അപ്പോൾ ആദ്യം നമ്മൾ ഡിജിറ്റാണ് അതിൽ ആദ്യം നോക്കേണ്ടത്. ഡിജിറ്റ് വന്നിട്ട് 4, ഇതിലെ ഡിജിറ്റ് വന്നിട്ട് 18, ഇതിലെ ഡിജിറ്റ് വന്നിട്ട് 40 അല്ലേ? 18 40. ഇത് 4,000, ഇത് 18,000, 40,000 അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം 4,000 18,000 40,000 ഇതിൽ ഏതാണ് ആദ്യം വലുത്? 40,000 എഴുതി. പിന്നെ അടുത്തത് 18,000 ആണോ 4,000 ആണോ വലുത് നോക്കണം. അപ്പോൾ 18,000. അപ്പം ഇങ്ങനെ ഇട്ടു. പിന്നെ 18,000 ആണോ 4,000 ആണോ വലുത് നോക്കണം. 18,000 അല്ല. അപ്പം ഇങ്ങനെ ഇട്ടു 4,000 എഴുതി. ഇതാണ് വേറൊരു എക്സാമ്പിൾ. ആദ്യം എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റിനെ ആദ്യം നോക്കുക. എന്നിട്ട് വേണം നമ്മൾ ഓർഡർ ചെയ്യാൻ. എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ ഓർഡർ ചെയ്യാൻ. ഇതിൽ ഏതാണ് വലുതെന്നുള്ളത് കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ അതിനെ എടുത്ത് എഴുതി. എക്സ്പാൻഡഡ് ഫോം. $682. അപ്പോൾ എങ്ങനെ എഴുതാം? 600 + 80 + 2 അപ്പോൾ 682. ഇനി 5,482 എങ്ങനെ എഴുതാം? 5,482 5,000 + 400 + 80 + 2 ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇതാണ് എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. ഇനി അടുത്തത് റോമൻ ന്യൂമറൽസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ if a small number or same number comes after, അപ്പോൾ നമ്മളൊരു പ്ലസ് ആഡ് കംസ് ആഫ്റ്റർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. if a small number comes before ആണെങ്കിലോ സബ്സ്ട്രാക്ട് മൈനസ് ചെയ്യുക. ചെറിയ സംഖ്യ വലുതിന് ശേഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുക. പിന്നെ ചെറിയ സംഖ്യ വലുതിന് മുൻപ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മൈനസ് ചെയ്യുക. ഇതാണ് റോമൻ ന്യൂമറൽസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനിവിടെ കൊടുക്കാം 5 അല്ലേ? 5 ആണ്. അപ്പോൾ 5 + 1 എന്ന് പറയുമ്പോൾ 6. അപ്പം ഞാനിവിടെ ഇത് ചേർത്തു. ഇനി +1 ആണെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ ചേർക്കും. ഇപ്പോൾ 7 വരും അല്ലേ? അങ്ങനെയാണ് വരുന്നത്. ഇത് 5 ഞാൻ എഴുതിയിട്ടു. ഇത് 5ൽ ഞാൻ 1 ആഡ് ചെയ്തു. അപ്പോൾ 1 ഞാനിവിടെ കൊടുത്തു. വീണ്ടും ഞാനിവിടെ 1 ആഡ് ചെയ്തു, ഇവിടെ കൊടുത്തു. അപ്പോൾ എത്രയാണ്? അത് 7 ആണ്. ഇത് 7 ആണ്. 5 + 1 + 1 + 5 + 1 + 1 എന്ന് പറയുമ്പോൾ 7 ആണ്. ഇത് 7 എന്ന് പറഞ്ഞു. ഇനി 5 + 2 എന്ന് പറയുമ്പോൾ 5 + 2 എന്ന് പറയുമ്പോൾ ആഡ് ചെയ്തു. അപ്പോൾ 7 ആയി അല്ലേ? 2 വര ഞാൻ ആഡ് ചെയ്തു.
അപ്പം ഞാൻ ഇവിടെ ഫോർ എക്സാമ്പിൾ 5 - 1 എഴുതി. അപ്പം ഞാൻ 5 ഇട്ടു. 5 - 1 എന്ന് പറയുമ്പോൾ 4 ആണ് അല്ലേ? അപ്പോൾ 4 അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ളത് ഇതിലാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. പിന്നെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതിന് മുൻപുള്ളതിൽ, അതായത് ഇവിടെ 5 ആണ്, ഇവിടെ 1 ആണ്. 5 ആണ് വലുത്. അപ്പം 5 ഞാൻ ഇട്ടു. 5-ന് മുൻപാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്, ഇങ്ങനെ ഒരു ഇത് കൊടുക്കേണ്ടത്. മനസ്സിലായത്? നമ്പർ റോമൻ എഴുതി. നമ്പർ എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പം 1 എഴുതി. പിന്നെ 5. അപ്പം ഞാനിവിടെ 5 എഴുതി. പിന്നെ 10. അപ്പം ഞാനിവിടെ 10 എഴുതി. ദെൻ 10 എഴുതി. 1 5 10 എഴുതി. ദെൻ 50. അപ്പം ഞാനിവിടെ ലാക്സ് എഴുതി. ചെറിയ നമ്പർ വലിയ നമ്പറിന് ശേഷമായിട്ട് വരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആഡ് ചെയ്യും. അപ്പോൾ ചെറിയ നമ്പർ വലുതിന് മുൻപാണ് വരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മൈനസ് ചെയ്യും. ഇതാണ് റോമൻ ന്യൂമറൽസ് എന്ന് പറയുന്നത്. ഒരു ഗെയിം കളിച്ചാലോ? ഈസിയാണ് ഗെയിം കളിക്കാൻ അല്ലേ? താല്പര്യമുണ്ടോ ഗെയിം കളിക്കാൻ? ആർക്ക് താല്പര്യമില്ലാത്തത് ഗെയിം കളിക്കാൻ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 752 ഇതിൽ പ്ലേസ് വാല്യൂ എന്ന് പറയാമോ? പ്ലേസ് വാല്യൂ ഓഫ് 7 എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലേസ് വാല്യൂ ഓഫ് 7 എന്ന് പറയുമ്പോൾ 700. പ്ലേസ് വാല്യൂ ആണെങ്കിലോ? പ്ലേസ് വാല്യൂ ഓഫ് 7 ആണെങ്കിലോ 7 അല്ലേ? പ്ലേസ് വാല്യൂ ഓഫ് 7 എന്ന് പറയുമ്പോൾ 700. പ്ലേസ് വാല്യൂ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഹൗസിനാണ് നമ്മൾ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ സെയിം നമ്പർ ആയിരിക്കും. അതിൽ സ്ഥാനങ്ങൾ മാറിയാലും അക്കങ്ങളുടെ ആ മൂല്യം സെയിം ആയിരിക്കും. അതാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വന്നിട്ട് ഇങ്ങനെ ഞാൻ കൊടുത്തു. അപ്പം എങ്ങനെ വരാം? 2000. അത് ഞാൻ പറഞ്ഞു ഇവിടെ നമ്പേഴ്സ് നോക്കാൻ. 2 ഉണ്ട്, 4 ഉണ്ട്, നമ്പേഴ്സ് നോക്കാൻ പറഞ്ഞു. ഇവിടെ 2000 ഉണ്ട്, 40,000 ഉണ്ട്. അപ്പോൾ 2 ഉണ്ട്, 40 ഉണ്ട്. അപ്പം നമ്മൾ ഏതാ നോക്കേണ്ടത്? 40 ആണ്. അപ്പോൾ 40ക്ക് അങ്ങനെ ഇട്ടു, ഗ്രേറ്ററിൽ ഇട്ടു. ഇതാണ് ഫസ്റ്റ് ഡിജിറ്റ് നമ്മൾ ആദ്യം നോക്കാം. ഇവിടെ 2000 ഉണ്ട്, 40,000 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാ വലുത്? 40,000. അപ്പോൾ 40,000 ഞാൻ ഗ്രേറ്റർ ഇട്ടു. എന്നിട്ട് 15,000 20,000 ഇരിക്കട്ടെ. അപ്പോൾ അതാദ്യം ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ നമ്പർ നോക്കാം. 15,000 ഉണ്ട്, 20,000 ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണ് വലുത്? 20,000 ഞാൻ വിഴുന്നത്. 15,000 ക്രോക്കഡൈലായിട്ട് സങ്കല്പിക്കാൻ പറഞ്ഞു അല്ലേ? ക്രോക്കഡൈലായിട്ട് സങ്കല്പിക്കാൻ പറഞ്ഞു, കാരണം ഇത് ചെറിയ നമ്പറാണ്, ഇത് വലിയ നമ്പർ. ക്രോക്കഡൈലിന് വലിയ നമ്പറിന് തിന്നാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ നമ്പർ എന്ന് പറഞ്ഞിട്ട് 20,000 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇട്ടു. ഇനി മൂന്നാമത്തെ ചോദ്യം, എക്സ്പാൻഡ് 345. അപ്പം എങ്ങനെ എഴുതാ? എക്സ്പാൻഡ് 345 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാ? 300. അപ്പോൾ 300 + 40 + 5 345. 345 ഓൺലി. ഇത് നമ്മൾ റീഡിങ്ങും റൈറ്റിങ്ങിലാണ് നമ്മളിത് യൂസ് ചെയ്തത്. ഇത് എക്സ്പാൻഡഡ് ഫോം. എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. 300 + 40 + 5 ഇങ്ങനെ എഴുതിയാൽ മതി. റീഡിങ് ആൻഡ് റൈറ്റിംഗ് വരുമ്പോൾ 345 ഓൺലി എന്ന് പറഞ്ഞ് എഴുതണം. Numbers are easy when you learn this secret. അപ്പോൾ അതിൻ്റെ പ്ലേസ് വാല്യൂ കാണാനായിട്ട് ഹൗസ് സിസ്റ്റം നോക്കിയാൽ മതി. പ്ലേസ് വാല്യൂ കാണാനായിട്ട് ഹൗസ് സിസ്റ്റം നോക്കിയാൽ മതി. ദെൻ ഫേസ് വാല്യൂ, സെയിം നമ്പർ. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫേസ് വാല്യൂ പഠിച്ചു, പ്ലേസ് വാല്യൂ പഠിച്ചു. പ്ലേസ് വാല്യൂ എന്ന് പറയുമ്പോൾ ഹൗസ് സിസ്റ്റം, ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ സെയിം നമ്പേഴ്സ്. പിന്നെ എക്സ്പാൻഡഡ് ഫോം അല്ലേ? എക്സ്പാൻഡ് ചെയ്യുക. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക. പിന്നെ വാല്യൂ എന്ന് പറയുമ്പോൾ ഹൗസ് സിസ്റ്റം. ഹൗസ് സിസ്റ്റം നമ്മൾ കണ്ടില്ല, ഹൗസ് സിസ്റ്റം. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം നമ്പർ ആയിരിക്കും. ദെൻ സീറോസിൽ വന്നിട്ട് ക്രോറിൽ എത്ര സീറോസ് ഉണ്ട്? 7 സീറോസ്. ലാക്കിൽ 5 സീറോസ്. തൗസൻഡ്സിൽ 3 സീറോസ്. ദെൻ എക്സ്പാൻഡഡ് ഫോം.
ബ്രേക്ക് ഡൗൺ ചെയ്യുക അല്ലേ, ബ്രേക്ക് ഇറ്റ് ചെയ്യുക. അത് എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുക. 3 പാർട്സ് ആക്കി നമ്മൾ ബ്രേക്ക് ചെയ്തില്ലേ, അതിപ്പോൾ എല്ലാത്തിലും നമ്മൾ ബ്രേക്ക് ചെയ്യുക എക്സ്പാൻഡഡ് ഫോം. ഇനി അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പാൻഡഡ് ഫോം കഴിഞ്ഞിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പയർ ചെയ്യുക. ലെഫ്റ്റ് ടു റൈറ്റിൽ വെച്ച് കമ്പയർ ചെയ്യുക. ഇതാണ് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. Now numbers are not confusing anymore, they are fun, so keep practicing and you will become the number champion. Okay, so you just need the right trick. If you enjoy this, please like, share and subscribe for more fun learning. See you next fun lesson. Bye.